ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കണ്ട പോലെ ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ ബ്രാഞ്ചസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോട്ടിൽ ഇതൊന്ന് വെച്ച് നോക്കാം. ട്രീ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം സൈസ് എല്ലാം മനസ്സിലാവും. ഹൈറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ഗം അപ്ലൈ ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ ഫെബി ബോണ്ടാണ് അപ്ലൈ ചെയ്തത്. നന്നായിട്ട് ഒട്ടുന്ന ഒരു പശയാണ്. ഇനി നമ്മൾ വയ്ക്കുക. അത് കഴിഞ്ഞ് സ്ട്രോങ്ലി പ്രസ് ചെയ്ത് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ബോട്ടിൽ നന്നായിട്ട് ഒട്ടിച്ച് നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് കോയിൻസ് വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് പഴയ കോയിൻസ് എടുത്തിട്ടുണ്ട്. 20 പൈസ, 10 പൈസ അങ്ങനെയൊക്കെയാണ്. ഈ കുറച്ച് കോയിൻസ് ഞാൻ പെയിൻറ്റ് ചെയ്ത് അത് കുറച്ച് ഗോൾഡൻ കളറാക്കിയിട്ടുണ്ട്. ബാക്കി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ കോയിൻസ് എല്ലാം ഒട്ടിച്ച് നമ്മുടെ മണി ട്രീ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോവാം. നമുക്കിവിടെ സൈഡിലായിട്ടൊരു സ്വിങ്, ഒരു ചെറിയ ഊഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കയറ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഊഞ്ഞാൽ നമ്മൾ ഒട്ടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് താഴെയായിട്ട് കുറച്ച് കോയിൻസും കൂടെ ഇങ്ങനെ വീണ് എടുക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ട്രീ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് അടിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ട്രീയുടെ സൈഡിലത്ത് മാത്രം നമുക്ക് ബ്ലാക്ക് കളറിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ട്രീ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ബ്രൗൺ കളറ് എല്ലായിടത്തും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു റസ്റ്റിക് ലുക്കൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ട്രീ നമ്മൾ ഹൈലൈറ്റഡ് ആക്കി എടുത്തിട്ടുണ്ട്. കാരണം അതിന് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് അടിച്ചില്ല. അപ്പോൾ ബ്ലാക്ക് കളറിൽ തന്നെയാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഹൈലൈറ്റഡ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാർക്കിനകത്ത് കുറച്ച് ഒരു കോപ്പർ കളർ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിംഗേഴ്സ് വെച്ച് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനൊരു ഷൈനിങ് എഫക്റ്റ് വരും. അപ്പോൾ നമുക്കൊരു റസ്റ്റിക് ലുക്ക് അതിന് കിട്ടും. ഫൈനലി നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ബോട്ടിലിന് ഒരു റസ്റ്റിക് ലുക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.